ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പൊട്ടറ്റോ 65. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. മസാല ശരിയായിട്ടുണ്ട്. തൈരും കോൺഫ്ലവറും മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കി നല്ലതുപോലെ മസാല തയ്യാറാക്കി ഇനി നമുക്കത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഞാനൊരു 3 ഉരുളൻകിഴങ്ങ് എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ദാണ്ട് ഇതിൻ്റെ വലിയ കാണയിലേക്ക് നോക്കി നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ വലുതായിട്ടുള്ള ഭാഗത്ത് വെച്ച് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉടനെ തന്നെ നമുക്കത് വെള്ളത്തിലേക്കിടാം, അല്ലെങ്കിൽ അത് നിറം മങ്ങിപ്പോവും. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് നല്ലതുപോലെ ഞെവിടി നല്ലതുപോലെ കഴുകി നല്ലതുപോലെ ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ചെല്ലാം അങ്ങ് പോവും. നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും കാണരുത്. അതുകൊണ്ട് നല്ലതുപോലെ മുറുക്കി പിഴിഞ്ഞ് വേണം ഇതെടുക്കുവാനായിട്ട്. ഇതിലേക്ക് 3 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അരിഞ്ഞ കരിയാപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കാം. നമുക്ക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അത് ക്രിസ്പി ആയിട്ട് അത് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം
നല്ലതുപോലെ മൊരിഞ്ഞിട്ട് ആണ് അത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റുള്ളതും കൂടി അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് അതുപോലെ തന്നെ നല്ല മുരിച്ച് നമുക്ക് കോരിയെടുക്കാം. ഞാൻ നല്ല മൊരിഞ്ഞ് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കീറി വെച്ചിരുന്ന നീളമുള്ള 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 3 ഉണക്കമുളക് മുറിച്ച് അതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരണം. ഉണ്ടാക്കി വെച്ചിരുന്ന തൈര്, മൈദാമാവ്, കോൺഫ്ലവർ എല്ലാം കൂടെ ചേർത്ത ആ മിക്സ് ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി സ്വല്പം വെള്ളവും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ച് അതുപോലെ അതൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ആ മിക്സ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബോണ്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പൊട്ടറ്റോ 65 റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.